ഒരാൾ വളരെ പ്രചോദനാത്മകമായ ഒരു മോട്ടിവേഷണൽ ക്ലാസ്സിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുകയാണ്. മക്കളെയൊക്കെ ആർദ്രമായി തൊടുന്നതിനെക്കുറിച്ചാണ് ക്ലാസ്. പാതി വഴിയിൽ വെച്ച് അയാൾ ചിന്തിച്ചു, ഞാൻ വേണ്ട വിധത്തിൽ മക്കളോട് സ്നേഹമൊന്നും പ്രകടിപ്പിക്കുന്നില്ല, തുടങ്ങണം. വീട്ടിൽ ചെന്നു, കോളിംഗ് ബെൽ അടിച്ചു. ഇളയ മകൻ വന്ന് വാതിൽ തുറന്നു. ഇയാൾ അവൻ്റെ കയ്യിലെടുത്ത് പതുക്കെ ഒന്ന് തൊട്ട് അവൻ്റെ കണ്ണിൽ നോക്കി എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ കണ്ണീർ മഴപ്പെയ്ത്ത് കാലം ആരംഭിച്ചു. അവൻ തേങ്ങി തേങ്ങി വിതുമ്പി വിതുമ്പി കരയുകയാണ്. കരച്ചിലിനിടയിൽ അവൻ അയാളുടെ ഒരു ചോദ്യം, പപ്പ. അവസാനമായിട്ട് പപ്പ എന്നെ തൊട്ടത് എപ്പോഴാ പപ്പ? അയാൾ അമ്പരന്നിങ്ങനെയൊക്കെയാണ്. അവൻ വീണ്ടും ചോദ്യം, പപ്പ. അവസാനമായിട്ട് പപ്പ എന്നെ ഒന്ന് തൊട്ടത് എപ്പോഴാ? അയാൾക്ക് ഉത്തരവില്ല. അവൻ പറഞ്ഞു, ഉത്തരവൊന്നും തിരഞ്ഞ് പപ്പ കൺഫ്യൂസ്ഡ് ആകണ്ട. പപ്പ എന്നെ തൊട്ടിട്ട് 10-12 വർഷങ്ങളായി. തൊട്ടടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പപ്പ എന്നെ ഒന്നും തൊടാറില്ല. എൻ്റെ കണ്ണിൽ പപ്പ നോക്കാറില്ലല്ലോ. സംസാരിക്കുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടോ? എൻ്റെ കണ്ണിൽ പപ്പ നോക്കുന്നില്ല, എന്നും തൊടുന്നില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കണം പപ്പ എന്ന് ക്ലാസ് ടീച്ചർ പറയുന്നുണ്ട്. പപ്പ എപ്പോഴെങ്കിലും എൻ്റെ ഫ്രണ്ടായിരുന്നിട്ടുണ്ടാ? ഒരുപക്ഷെ എൻ്റെ വേഴ്സ്റ്റ് എനിമിയാണ്. നമ്മൾ തമ്മിൽ ഇത്ര ശത്രുതന്തിനാ പപ്പ? എന്നെ തൊട്ടുകൂടെ പപ്പ? ഇത് ചോദിക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഒരു പെൺകുഞ്ഞ് വീട് വിട്ടുപോയി. അവളെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി. ആരും അവളോട് ചോദിച്ചു, എന്നാലും മോളെ, നീ കൊച്ചല്ലേ, വീട് വിട്ടു പോകണമായിരുന്നോ? അവൾ വളരെ കൂളായിട്ട് മറുപടി പറഞ്ഞു, വീടാ, അതിനെയൊക്കെ ആരെങ്കിലും വീടെന്ന് വിളിക്കോ? ഈ പറയുന്ന കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊരു അംഗമാണോ എന്നൊന്ന് ചോദിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആത്മാർത്ഥമായിട്ടൊന്ന് തൊടാൻ നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ധ്യാനിക്കുക. ആത്മാർത്ഥമായിട്ട് എൻ്റെ മക്കളെ തൊടാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഇനി നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ സ്പർശിച്ചാൽ പൂവിരിയലിൻ്റെ അനുഭവമായിരുന്നു. യൗസേപ്പ് പിതാവ് മാതാവ് പിടിച്ചിരുന്ന ഉണക്കക്കമ്പിൽ തൊട്ടപ്പോൾ അവിടെ പെട്ടെന്ന് പൂക്കളും വസന്തകാലവും ഉണ്ടായെന്നാണ് യഹൂദ പാരമ്പര്യ കഥ പറയുന്നത്. ചില മനുഷ്യർ എങ്ങനെയാണ്, അവർ തൊട്ട് കഴിയുമ്പോൾ ഉണക്കമരത്തിൽ പോലും പൂക്കളുണ്ടാവും. വേറെ ചില മനുഷ്യർ തൊട്ട് കഴിഞ്ഞാൽ പൂ നിറഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പിലെ പൂക്കളെല്ലാം പൊഴിഞ്ഞു വീഴും, കരിഞ്ഞു പോവും. കരിച്ച് കളയുന്ന സ്പർശമുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. അത് നോട്ടം കൊണ്ടാകാം, സ്പർശം കൊണ്ടാകാം, വാക്കുകൊണ്ടാകാം, എങ്ങനെയോ ആകാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ ആത്മാർത്ഥമായിട്ടൊന്ന് തൊടാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ്. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ക്ഷമിക്കണം എന്നോട്, അറിയാതെയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഒരുതരം ക്യൂരിയോസിറ്റി കൊണ്ടൊന്ന് എടുത്ത് വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു തോന്നി. അടുത്ത കാലത്ത് നിങ്ങൾ പരിചയപ്പെട്ടൊരു സ്ത്രീക്ക് എന്തുമാത്രം മെസ്സേജാണ്. അതിരാവിലെ നിങ്ങൾ ഉണരുന്നു, സുഖമാണോ, ഉണർന്നോ, പിന്നെ ചായ കുടിച്ചോ, ചോറ് തിന്നോ, നിങ്ങൾക്ക് വിശ്രമം പോലുമില്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ നിങ്ങൾ ഉറക്കമില്ല. ഇങ്ങനെ മധുരവാക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈലിൽ തൊട്ട് 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 നിങ്ങളുടെ വിരലിൽ തേഞ്ഞു തീർന്നിട്ടുണ്ടാകാം. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ചേട്ടാ 10-20 വർഷമായില്ലേ കല്യാണം കഴിച്ചിട്ട്, എന്നോട് സുഖമാണെന്ന് നിങ്ങൾ എപ്പോഴാണ് ചോദിച്ചത്? അവസാനമായിട്ട് എന്നോട് സുഖമാണോ എന്ന് ചോദിച്ചത് എപ്പോഴാ? തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയെ നിങ്ങൾ തൊട്ടിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെപ്പോഴും മരുഭൂമി അനുഭവം. അവിടെ നീർച്ചാലുകൾ ഒഴുകണമെങ്കിൽ നിങ്ങൾ വിരൽത്തുമ്പ് കൊണ്ടൊരു ചാല് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളൊന്ന് തൊടണം. തൊടുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. തൊടുന്നുണ്ടോ? ഞാൻ മറുനാട്ടിൽ താമസിക്കുമ്പോൾ വളരെ വൃദ്ധയായ 100 വയസ്സ് കഴിഞ്ഞ ഒരു സ്പാനിഷ് സ്ത്രീ എൻ്റെ മുറിയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് സ്പാനിഷും അറിയില്ല. പക്ഷേ ഞങ്ങൾ ഉറ്റ കൂട്ടുകാരെ പോലെയായിരുന്നു. എല്ലാ ദിവസവും ഞാൻ അവരുടെ മുറിയിൽ പോയിരിക്കും, അവരുടെ പഞ്ഞിക്കെട്ട് പോലുള്ള കൈപിടിക്കും, ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കും. അവർ സ്നേഹത്തോടു കൂടി എന്നെ ഇങ്ങനെ നുള്ളിപ്പറിക്കും. ഞങ്ങൾ മണിക്കൂറുകൾ സംസാരിക്കും. ഇംഗ്ലീഷ് അറിയാത്ത അവരും സ്പാനിഷ് അറിയാത്ത ഞാനും, ഞങ്ങൾ രണ്ടുപേരും മണിക്കൂറുകൾ സംസാരിച്ചു. 2 പേർക്കും പറയുന്ന ഭാഷ മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ സ്പർശം അത് ഹൃദയത്തിൻ്റെ ഭാഷയാണല്ലോ, അത് മനസ്സിലായിട്ടുണ്ട്. ആ സ്ത്രീയെ സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. അവർ ഒരു ദിവസം ഞാൻ ചെല്ലുന്നില്ലെങ്കിൽ വല്ലാത്ത സങ്കടത്തോടു കൂടി ആയെ പറഞ്ഞു വിടും അവനെ വിളിച്ചുകൊണ്ട് വരാൻ. കാരണം സ്പർശത്തിന് വേണ്ടി മനുഷ്യരൊക്കെ കൊതിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ആശുപത്രിയിൽ നിന്ന് മാറ്റം കിട്ടി പോരാൻ നേരത്ത്
അവരുടെ സ്വത്ത് മുഴുവൻ എനിക്ക് വേണ്ടി എഴുതി വെക്കണം എന്നുള്ള ആഗ്രഹം പോലും അവർക്കുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്തത്? അത്രയ്ക്ക് ആത്മാർത്ഥമായ ആഴമായ സ്നേഹമൊന്നും എനിക്ക് അവരോടുണ്ടായിരുന്നില്ല. സാധാരണയുള്ള കനിവും സാധാരണയുള്ള സ്നേഹവും, ആ സ്നേഹവും കനിവും ഉള്ളിൽ പേറിക്കൊണ്ട് അവരെ ഒന്ന് തൊട്ടു. കർത്താവ് ഒരു ചോദ്യം ചോദിച്ചല്ലോ ആൾക്കൂട്ടത്തിനിടയിൽ, ആരാണ് എന്നെ തൊട്ടത്? കർത്താവിൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവ് ആൾക്കൂട്ടത്തിൽ പോലും ഒരാളെ തിരിച്ചറിയും. നമ്മളുടെ പ്രത്യേകത എന്താണ്? ഒരാളിൽ പോലും ഒരു ആൾക്കൂട്ടത്തിനെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് കർത്താവിന് തലോടലും തൊടലും തിരിച്ചറിയാൻ പറ്റും. നമ്മളൊന്നും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികളെപ്പോലും നിങ്ങൾ തൊട്ടിട്ടില്ല. അവർ തൊടുന്നുണ്ടെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുന്നില്ല. ഒരുതരം മൃതദേഹം നടക്കുന്ന അവസ്ഥയാണ്, ഡെഡ് മാൻ വാക്കിംഗ് എന്നത് ഒരു സിനിമയുടെ ശീർഷകമാണ്. ഈ അവസ്ഥ നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളമായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. സഹോദരനും സഹോദരിയും സ്വത്ത് തർക്കം മൂലം വല്ലാതെ ശത്രുക്കളെ പോലെയായി മാറി. ഒരു ക്രിസ്മസ് കാലത്ത് രണ്ടുപേരും ശത്രുത വെടിഞ്ഞ് പഴയ തറവാട്ടുമുറ്റത്ത് വന്നിരിക്കുകയാണ്. പണ്ടത്തെ പോലെ അവർ ക്രിസ്മസ് ട്രീയൊക്കെ ഒരുക്കി, ക്രിസ്മസ് ക്രിബ് ഒരുക്കി, പണ്ടത്തെ പോലെ കുഞ്ഞുങ്ങളുടെ പാട്ടുകളൊക്കെ പാടി, മാലാക പാട്ടുകൾ ഒക്കെ പാടി സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്നു. ഓട്ടത്തിനിടയിൽ പെങ്ങളെ താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ ഇവൻ പെട്ടെന്ന് ആ പഴയ ആങ്ങളെയായി മാറി. അവൻ കൈ നീട്ടി അവളെ പിടിച്ചു. അവൾ തിരിഞ്ഞ് അയാളോട് ചോദ്യം, എടാ ഇതുപോലെ നീ എന്നെ ഒന്ന് കൈ പിടിച്ചിട്ട് എത്ര നാളായി? എന്തിനാ മോനെ നീ എന്നെ കൈവിട്ട് കളഞ്ഞത്? അവളും അയാളും കണ്ണീർ വാർത്തു. പരസ്പരം കൈവിട്ട് കളഞ്ഞ രണ്ടുപേർ ഇനി കൈവിട്ട് കളയരുതെന്ന തീരുമാനവുമായിട്ട് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഹോദരങ്ങളേക്ക് പണ്ടത്തെ പോലെ സ്നേഹത്തോടൊന്ന് പോണരാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടിപ്പോൾ പറ്റാത്തത്? നിങ്ങൾ വഴിത്തർക്കങ്ങളും തൊഴിൽ തർക്കങ്ങളും സ്വത്ത് തർക്കങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് ഓരോ ദിവസവും കൊഴിഞ്ഞു വീഴുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കേണ്ടത് ഓരോ വ്യക്തിക്കും കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ കൊടുക്കുവാൻ സാധിക്കണം. അതിന് സാധിക്കാത്തതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഹോർട്ടികൾച്ചറിസ്റ്റ് ചാൾസ് ഡിവീഞ്ച് ഒരു രസകരമായ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ തൊട്ടാവാടി, നമ്മുടെ വളപ്പിലൊക്കെ കാണുന്ന തൊട്ടാവാടി, അദ്ദേഹം പറയുന്നത്, തൊട്ടാവാടി നിങ്ങളെടുത്ത് ചെടിപ്പാത്രത്തിൽ നട്ടു വളർത്തുകയാണെങ്കിൽ പിന്നീട് നിങ്ങളതിനെ തൊട്ടാൽ അത് കൂനിപ്പോവില്ല, കൂമ്പിപ്പോവില്ല. ഞാൻ ആ പരീക്ഷണം നടത്തിയിട്ടില്ല കേട്ടോ, അത് ശരിയാണോന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം എനിക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ കൂനിപ്പോകുന്നതും കൂമ്പിപ്പോകുന്നതും ഒരുപാട് തൊട്ടത് കൊണ്ടല്ല, വേണ്ട നേരത്ത് തൊടാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിത പങ്കാളികളൊക്കെ കൂമ്പിപ്പോകുന്നത് വേണ്ട നേരത്ത് അവരെ തൊടാത്തത് കൊണ്ടാണ്, തൊടാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രക്ക് തിരക്കോടി ചെക്കോടി ഓടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിക്കുന്നു, അപ്പനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നത്, എന്നിട്ട് അവരെ ഒന്ന് തൊടാൻ പോലും പറ്റാത്ത വിധത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണല്ലേ, ആലോചിച്ച് നോക്കിയേ. വിദേശത്ത് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കഴിയുന്ന ഒരു മനുഷ്യൻ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നുണ്ട്. അയാൾക്ക് ഇഷ്ടം പോലെ വീട്ടിലേക്ക് വരാം, പക്ഷേ വീട്ടിലേക്കുള്ള വഴി അയാൾ മറന്നുപോയി. ഇവിടെ നാട്ടിൽ കൊട്ടാരം പോലുള്ള വീട്ടിൽ അപ്പനും അമ്മയും നരകിച്ച് ജീവിക്കുന്നുണ്ട്. അമ്മയ്ക്ക് മകനെ കാണാൻ വലിയ കൊതി. അപ്പൻ മെസ്സേജ് വിട്ടു, മോനെ അമ്മയ്ക്ക് കൊതി നിന്നെ കാണാൻ, നീ ഒന്ന് വാ. അപ്പോൾ തന്നെ മറുപടി വിട്ടു, തിരക്കോട് തിരക്കപ്പ, അടുത്ത ഒഴിവ് കാലത്ത് വരാം. അപ്പം പറഞ്ഞു, മോനെ തിരക്ക് മാറ്റ്, അമ്മയ്ക്ക് വയ്യ. ഉടൻ തന്നെ മകൻ്റെ മറുപടി, ബെസ്റ്റ് മെഡിസിൻ, ബെസ്റ്റ് ഡോക്ടർ, ബെസ്റ്റ് ഹോസ്പിറ്റൽ. ബെസ്റ്റ് അല്ലാതെ നമ്മുടെ അമ്മയ്ക്കൊന്നും കൊടുത്തുകൂടാ. അവൻ അത് പറഞ്ഞപ്പോൾ അപ്പം മറുപടി എഴുതി, എടാ അവരുടെ ബെസ്റ്റ് നീയാണ്, അവരുടെ ബെസ്റ്റ് മെഡിസിൻ നീയാണ്, അവരുടെ ബെസ്റ്റ് ഡോക്ടർ നീയാണ്, നീ അല്ലാതെ പിന്നെ എന്താടാ ബെസ്റ്റ് അമ്മയ്ക്കുള്ളത്? നീ വരിക, വന്നാലെല്ലാം തീരും. വന്നില്ല, തിരക്ക് തിരക്ക് തിരക്ക്. അവസാനം നിന്നെരിഞ്ഞ് കത്തിപ്പടർന്ന് കരിന്തിരി പോലെ പുകഞ്ഞെരിഞ്ഞ് അമ്മ മരിച്ചു. അപ്പോൾ മകന് സമയമുണ്ടായി. ഓടി വന്ന് അമ്മയുടെ മൃതദേഹത്തിൽ തൊട്ട് തലോടി അവനങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഹിസ്റ്റീരിക്കായി ഭ്രാന്തനെ പോലെ അപ്പൻ അലറിയിട്ട് പറഞ്ഞു, തൊടരുത്, ഇന്നലെ തൊട്ടിരുന്നെങ്കിൽ അമ്മ ജാകില്ലായിരുന്നു, ഇന്നത് ശവമാണ്. ശവത്തിന് മകനാണോ തൊട്ടത് ശത്രുവാണോ തൊട്ടതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. തൊടരുത്, തൊട്ടുപോകരുത്, ഗെറ്റ് ഔട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഒരാൾക്ക് സ്പർശം വേണ്ടത് അയാൾ ലിവ് ചെയ്യുമ്പോഴാണ്, ലീവ് ചെയ്യുമ്പോഴല്ല. അത് തിരിച്ചറിയുക. ഒരാൾ മരിച്ചതിന് ശേഷം 1000 പൂക്കൾ കൊണ്ടുവന്ന് കല്ലറ അലങ്കരിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഒരു പൂവിന് വേണ്ടി അയാൾ കൈനീട്ടിയപ്പോൾ കൊടുത്തില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, തിരക്കായിരുന്നു. 1000 മെഴുകുതിരികൾ കൊണ്ടുവന്ന് കല്ലറയിൽ കത്തിച്ചു വെക്കാം. ജീവിച്ചിരുന്നപ്പോൾ ഒരു മെഴുകുതിരിക്ക് വേണ്ടി കൈനീട്ടി, കൊടുത്തില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, തിരക്കായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, അകത്തെ നാളങ്ങളൊക്കെ കെടുത്തിയിട്ട് വെളിച്ചമേ നയിക്കുക എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് നമുക്ക് സമയം കണ്ടെത്താം, സ്നേഹം വീണ്ടെടുക്കാം, ആളുകളെ ആർദ്രമായിട്ടൊന്ന് തൊടാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയെ, അപ്പനെ, അമ്മയെ, എല്ലാവരെയും സ്നേഹത്തോടു കൂടി തൊടൽ ഒരു ശീലമാക്കി നിങ്ങൾ മാറ്റുക. പ്രായോഗിക നിർദ്ദേശം: ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് തൊടുക. ശരീരത്തിൽ ഏറ്റവും നല്ല മസാജ് സ്വയം ചെയ്യുന്ന മസാജ് കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വിരൽത്തുമ്പുകളിലും നിങ്ങളുടെ പാദങ്ങളിലും നിങ്ങളുടെ കൈകാലുകളിലും നിങ്ങളൊന്ന് തൊടുക. നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടേ? നിങ്ങളെത്തന്നെ കൈവിട്ടുകളേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടു കൂടി ഒന്ന് കയ്യിലമർത്തുക. സ്നേഹത്തോടു കൂടി അവരൊന്ന് പുണരുക. നിങ്ങൾ വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ, അവർ രോഗികളായി കിടപ്പ് രോഗികളാണെങ്കിൽ ഇനി മരിച്ചതിന് ശേഷം തൊടാമെന്ന് കരുതരുത്. ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ് സ്പർശം വേണ്ടത്. മൃതർക്ക് എന്തിനാണ് സ്പർശം? അവരെയൊക്കെ ഒന്ന് തൊടുക. ഇനി നിങ്ങളുടെ കനിവ് കിനിയുന്ന വാക്കുകൾ കൊണ്ടും നോക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടൊക്കെ ആളുകൾക്ക് സ്വർഗത്തിൻ്റെ സ്പർശം ചെയ്യുക. നല്ല യാത്ര നേരുന്നു.